ഹായ് ഫ്രണ്ട്സ്, അദ്വൈതം ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞങ്ങളിന്ന് നിൽക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിൽ കാട്ടാക്കട എന്ന സ്ഥലത്തുള്ള ക്രിസ്ത്യൻ കോളേജിന് ഓപ്പോസിറ്റുള്ള ഗോൾഡൻ അക്വേറിയത്തിലാണ്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഗോൾഡൻ അക്വേറിയം. അത് ഇവരുടെ തന്നെയാണ്. ഇവർക്ക് 2 ഷോപ്പുണ്ട്. അത് കിള്ളിയിലാണ്, കാട്ടാക്കട കിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് വന്നത് ഫുഡ് വാങ്ങാൻ. ഞങ്ങളുടെ കിളിയക്കും ഫിഷിനും ഒക്കെ ഫുഡ് വാങ്ങാൻ ഇവിടെയാണ് വന്നത്. അപ്പോൾ മനോഹരമായ കാഴ്ചകൾ കുറച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങളിത് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളുടെ സിദ്ധുവും ആദ്യം ഒപ്പമാണ് ഞാൻ വന്നത്. അവിടെ പല വിധത്തിലുള്ള നല്ല വിലപിടിപ്പുള്ള കിളികളും മത്സ്യവും അങ്ങനെ പല ജീവജാലങ്ങളും ഞാൻ കണ്ടിട്ടില്ലാത്ത പല വെറൈറ്റിയിലുള്ള ജീവികളൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല. അപ്പോൾ അവിടുത്തെ നല്ല എക്സോട്ടിക് ബേഡ്സുകളൊക്കെ കുറച്ച് കിടന്നു. അതൊക്കെ ടേംഡാണ്, അവർ പുറത്തൊക്കെ വിടാറുണ്ട്. പിന്നെ അപ്പോൾ ഇത് ഇഗ്വാനയാണ്. ഇഗ്വാന എടുക്കാമെന്ന് വെച്ചപ്പോൾ അതിന് നല്ല നഖമാണ്, നമ്മുടെ ദേഹത്തൊക്കെ കയറിക്കൊണ്ട് മുറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇഗ്വാന എടുത്തില്ല. പിന്നെ ആ മക്കാവോ ബേഡ്സ് ഒക്കെ നല്ല ഇണങ്ങിയതാണ്. ഞങ്ങളുടെ ദേഹത്തൊക്കെ മക്കാവോ ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. അവരൊക്കെ നല്ല ടേംഡാണ്. പിന്നെ ഇത് അവിടുത്തെ സെയിൽസ്മാനാണ്. അവൻ ആ പയ്യൻ്റെ ദേഹത്തെടുത്ത് ഇഗ്വാനയെ എടുത്ത് വെച്ച് കാണിച്ചു. ഞങ്ങളെ കയ്യിൽ തന്നു നോക്കി. പക്ഷെ ഞങ്ങൾക്ക് പേടിയാണ്, അതിൻ്റെ നഖമൊക്കെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്നു. അപ്പോൾ മുറിയാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ തലോടി നോക്കി. നല്ല സോഫ്റ്റാണ്, ഈ കാണും പോലെയല്ല. പക്ഷേ ഇവൻ ഈ ഇഗ്വാന നല്ല ഇണങ്ങിയതാണ്. അവർ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്നതുകൊണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് കാണിച്ചു തന്നതാണ്. ഞാനും ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. തടവിപ്പോൾ വെറുതെ ഇരിക്കുക. കണ്ടാൽ നമ്മുടെ ഓന്തിൻ്റെ മാതിരി ഇരിക്കുന്നത് ഇഗ്വാന എന്ന പേര്. ഇതിൽ പല കളർ ഇഗ്വാനയും ഉണ്ട്. ഒരു മുള്ളൻ പന്നിയുടെ കട്ടുണ്ട്. അതിൻ്റെ ദേഹത്ത് ഞാൻ ടച്ച് ചെയ്ത് നോക്കിയപ്പോൾ പുറത്ത് മുള്ള് പോലെ നല്ല ഷാർപ്പായിട്ടും നല്ല കട്ടിയായിട്ടുള്ള ഒരു സംഭവമാണ്. കാണാൻ മുള്ളൻ പന്നി പോലെ തന്നെ 4-5 കിടപ്പുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ അറിയത്തില്ല. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ 3-4 തടി അറുക്കുന്നതിൻ്റെ വേസ്റ്റ് ഇല്ലേ, അതിൻ്റെ പുറത്ത് അതിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കിടന്ന് ബാക്കിയൊക്കെ കിടന്ന് ഉറങ്ങുകയാണ്. ഇത് വെള്ള എലി പോലുള്ള ഒരു സംഭവമാണ്. വെള്ളക്കളറാണ്, വെള്ളക്കളർ ബ്ലാക്ക് കളറിലുള്ള എലി. കാണാൻ എലി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് ഞാനിത് പിടിച്ചത്. ഇത് വെള്ളയും ബ്ലാക്കും വെള്ളയായിട്ട് മിക്സഡ് കളറിലുള്ള എലി പോലത്തെ ഇതാ കണ്ടേ, വാലൊക്കെ കണ്ടില്ലേ, എലി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. 2 വെറൈറ്റി കളറാണ്. അപ്പോൾ അതും അവിടെ കിടന്ന് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും അതും തടിയുടെ ഇതിൽ തന്നെ ഇട്ടിരിക്കുന്നത്. പിന്നെ കണ്ടോ, വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ പല വിധത്തിലുള്ളത് എല്ലാ സാധനവുമായി. ഇതിനു മുമ്പ് ഞാൻ കാണിച്ച പെറ്റ് ഷോപ്പിലതുപോലെ എല്ലാ സാധനവും ഇവിടെയും ഉണ്ട്. ഇതും വെള്ള എലിയിലുള്ള ഇതാണ്. കുറച്ച് ഒരുമിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോൾ രസം തോന്നിയതുകൊണ്ട് പിടിച്ചതാണ്. പിന്നെ ഡോഗ്സ്, പല വെറൈറ്റിയിലുള്ള ഡോഗ്സുകളുണ്ട്. പേർഷ്യൻ കേറ്റ്സിൻ്റെ 2-3 വെറൈറ്റി കളക്ഷൻ ഇവിടെ കണ്ടു. പേർഷ്യൻ കേറ്റൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, ഒരെണ്ണം ഇതാണ്. ഇവരൊക്കെ നല്ല ഇണങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾക്ക് കണ്ടപ്പോൾ പേടിയായതുകൊണ്ട് ഞങ്ങൾ കയ്യിലൊന്നും പിടിക്കാനോ തൊടാനോ നോക്കിയില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു, അത്ര തന്നെ. നല്ല വെറൈറ്റിയിലുള്ള പേർഷ്യൻ കേറ്റ് 3 കളറിലുള്ള എന്തോ കണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദിക്യ സിദ്ധുവിനും ഒത്തിരി ഇഷ്ടമാണ് ഇവരെ. ഇതെല്ലാം സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്നത് തന്നെ. ആദിക്യ സിദ്ധുവിനും പൂച്ചയെ കണ്ടപ്പോൾ പേർഷ്യൻ കേറ്റിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വാങ്ങിയില്ല, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ കളിപ്പിക്കാനും ഇഷ്ടമാണ്. ഈ പേർഷ്യൻ കേറ്റ് എന്ത് ഭംഗിയാണ്, 3-4 കളർ മിക്സായിട്ടുള്ള കളറാണ്. ഭയങ്കര. ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ എൻ്റെ ക്യാമറയുടെ അടുത്തോട്ട് ഇങ്ങനെ വരുന്നു, നന്നായിട്ട് അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. 3-4 ഡോഗ്സ് ഉണ്ട്. ഇത് കഴുത്തിലൊക്കെ മണി കെട്ടി ഒരു പൂച്ച പേർഷ്യൻ കേറ്റാണ് അങ്ങനെ ഇട്ടിരിക്കുന്നു. ഇത് ഭയങ്കര സ്നേഹമാണ്.
ഇതും ഞങ്ങളോട് ആദ്യം സിദ്ധുവിനോട് ഒത്തിരി കളിച്ച് നിൽക്കുന്നതാണ്. പുറത്തോട്ടൊന്നും എടുത്തില്ല, ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട്. പിന്നെ ആഫ്രിക്കൻ ലവ് ബേഡ്സിനെത്തിപ്പെട്ട കുറച്ച് വെറൈറ്റി സാധാരണ ഉള്ള കുറച്ച് വെറൈറ്റി കളറിലുള്ള കിളികൾ. ഇത് ആഫ്രിക്കൻ ലവ് ബേഡ്സാണ്. ഇത് സാധാരണ ലവ് ബേഡ്സും ഉണ്ട്, ആഫ്രിക്കൻ ലവ് ബേഡ്സും ഉണ്ട്. അങ്ങനെ കുറച്ച് എല്ലായിടത്തും സാധാരണ ഉള്ളത് പോലത്തെ കുറച്ച് ബേഡ്സുകളും ഇവിടെ ഉണ്ട്. പിന്നെ ഫിഞ്ചസ് ഉണ്ട്. ഇത് ജാവ ഫിഞ്ചസാണ്. ജാവ ഫിഞ്ചസിൻ്റെയും കുറച്ച് കളക്ഷൻസ് തന്നെ കുറച്ച് കൂടുതൽ. ഇത് ഫിഞ്ചസ് ആദ്യം കാണിച്ച് ജാവ ഫിഞ്ചസാണ്. അപ്പോൾ കുറച്ച് കളക്ഷൻസ് അതും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. പിന്നെ കിളികളോ ആനിമൽസ് വേറെ ഒന്നും ഞങ്ങൾ പ്രത്യേകിച്ച് വാങ്ങിയില്ല. ഞങ്ങൾ ഫിഷിനും ബേഡ്സിനുമുള്ള ഫുഡ്സാണ് ഇവിടെ നിന്ന് വാങ്ങി. അപ്പോൾ ഈ കടയിൽ ഇതിനു മുമ്പ് കാണിച്ച ഇവരുടെ മറ്റൊരു ഷോപ്പിലും, കിള്ളിയിലുള്ള ഒരു ഷോപ്പിലും ഞങ്ങൾ മാറി മാറി ഫുഡൊക്കെ വാങ്ങാൻ വരാറുണ്ട്. പിന്നെ ഇത് ഒരു പാമ്പാണ് ഞങ്ങളുടെ, അതായത് സാധാരണ കാട്ടിലെ പാമ്പല്ല, ഇതിനെന്തോ ഒരു പേര് പറഞ്ഞു, വളർത്തുന്ന. സാധാരണ ഇപ്പോൾ എല്ലാവരും വളർത്തും. അപ്പോൾ എനിക്കും ആദ്യം ഇത് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ സിദ്ധുവിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തപ്പോൾ സിദ്ധു അത് പുറത്ത് വെച്ചുകൊണ്ട് നിന്നു. ഞങ്ങൾ ആദ്യം തൊട്ട് നോക്കിയപ്പോൾ അവന് ഒരു അറപ്പ് പോലെ തോന്നി, അറപ്പ് പോലെ തോന്നി. പക്ഷേ സിദ്ധുവിൻ്റെ ദേഹത്ത് ആ പയ്യൻ സെയിൽസിൽ നിൽക്കുന്ന ആ പയ്യൻ വെച്ച് കൊടുത്തു. അപ്പോൾ സിദ്ധു കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് നിന്നു. ഞങ്ങളാരും വെച്ചില്ല. ഇതങ്ങനെ അവിടെ അവർ വളർത്തുന്നതാണ്. ഇതെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാ പെറ്റ് ഷോപ്പിലും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ, ചില സാധാരണ പെറ്റ് ഷോപ്പിലൊക്കെ ഇതുപോലത്തെ റെയറായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പോൾ ഒരു കൗതുകം തോന്നിയതുകൊണ്ട് വീഡിയോ പിടിച്ചതാണ്, ഒരു വെറൈറ്റി ഫീൽ ചെയ്തതുകൊണ്ട്. അപ്പോൾ ഈ പാമ്പ് ആരും ഒന്നും ചെയ്യത്തില്ല, കടിക്കത്തൊന്നുമില്ല. പിന്നെ ഇഗ്വാനെ ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ ആ പയ്യൻ ഇഗ്വാനെ എടുത്ത് പയ്യൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നല്ല നഖമാണ്, ഷാർപ്പായിട്ടിരിക്കുന്ന നഖമായതുകൊണ്ട് ഞങ്ങൾ അതിനെ എടുക്കാൻ നിന്നില്ല. എന്തിനാ വെറുതെ പണി വാങ്ങി പിടിക്കുന്നതെന്ന് വിചാരിച്ചു എടുത്തില്ല. നല്ല ഇണങ്ങിയത്, നല്ല സ്നേഹം. പക്ഷേ ദേഹത്തൊക്കെ ഭയങ്കര കട്ടിയൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. അതിൻ്റെ പുറമൊക്കെ തൊട്ട് നോക്കിയപ്പോൾ നഖം മാത്രമേ ഇത്തിരി ഇതുള്ളൂ. ഇതിനെ ഇഗ്വാന എന്നാണ് പറയുന്നത്. സാധാരണ ഓന്തിൻ്റെ അതുപോലത്തെ ഷേപ്പ് തന്നെയാണ്. ഇഗ്വാന പല കളറിലും ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയിലൊക്കെ. അപ്പോൾ ആദ്യം കിളികളെ ഒന്നും മക്കാവോയ ദേഹത്ത് വച്ചില്ല. അതിൻ്റെ നഖം കയറിക്കൊണ്ട് പുറം വേദനിക്കുമെന്ന് പറഞ്ഞു. സിദ്ധു മക്കാവോയും എല്ലാം അവൻ്റെ പുറത്ത് വെച്ച് ഞാനും മക്കാവോയും എടുത്തു, കൊക്കട്ടൂനെ എടുത്തു. കൊക്കട്ടുമൊക്കെ നല്ല ഇണങ്ങിയത്. ഗ്രേ പാരറ്റ്, കൊക്കട്ടു, മക്കാവോ, ഇവർ 3 പേരും ടൈംഡാണ്. പറന്നു പോകത്തില്ല. എന്നാലും അവർ പകൽ കൂട്ടിലിട്ടിരിക്കും. ആരെങ്കിലും വന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ എടുത്ത് കാണിച്ചു കൊടുക്കും, അത്ര തന്നെ. ഇപ്പം ഞാൻ വീഡിയോ പിടിച്ചത് കൊണ്ട് മക്കാവൊക്കെ പുള്ളി പുറത്തെടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോയി എന്ത് വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. എല്ലാ സാധനങ്ങളും അതുപോലെ അവിടെ കിട്ടും. അപ്പോൾ ഇത് ട്രിവാൻഡ്രം ജില്ലയിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്. ക്രിസ്ത്യൻ കോളേജിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ്. അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ പോയാൽ ഇത് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ബൈ ബൈ.